എല്ലാ കൂട്ടുകാർക്കും ഡയറക്റ്റ് ഹോം പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. അപ്പോൾ ആദ്യമായി നമുക്ക് കുറച്ച് അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ഫസ്റ്റ് ഒരു ഫാക്റ്റ്, ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതകളുടെയും മനുഷ്യനുൾപ്പെടെയുള്ള അതിലെ ജീവജാലങ്ങളുടെ ക്രമീകരണത്തെയും കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി. എന്താണ്? ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതകളുടെയും മനുഷ്യനുൾപ്പെടെയുള്ള അതിലെ ജീവജാലങ്ങളുടെ ക്രമീകരണത്തെയും കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം അഥവാ ജിയോളജി. നെക്സ്റ്റ്, ഭൂമിശാസ്ത്രം എന്നാൽ ഭൂമിയെക്കുറിച്ചുള്ള വിവരമാണ്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താ പറഞ്ഞത്? ഭൂമിശാസ്ത്രം എന്നാൽ ഭൂമിയെക്കുറിച്ചുള്ള വിവരമാണ്. നെക്സ്റ്റ്, ജിയോഗ്രഫി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ്തനീസ് എന്ന ഗ്രീക്ക് പണ്ഡിതനാണ്. അപ്പോൾ ഇതൊന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ജിയോഗ്രഫി എന്ന പദം അതൊരു ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് എന്ന വ്യക്തിയാണ്. സോ എന്താ പറഞ്ഞത് ഇവിടെ? ജിയോഗ്രഫി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്ക് പണ്ഡിതനായിരുന്ന ഇറാത്തോസ്തനീസ് എന്ന വ്യക്തിയാണ്. അടുത്ത ഫാക്റ്റ്, ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തനീസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തനീസ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തനീസ്. ഗ്രീസിൽ അക്കാലത്ത് ദൂരമളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് സ്റ്റേഡിയ എന്നത്. ഇപ്പോൾ പറഞ്ഞതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 എന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തനീസ്. ഇവിടെ ഈ സ്റ്റേഡിയ എന്ന് പറഞ്ഞത് ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ അതും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. പഠിക്കുമ്പോൾ നമ്മൾ മാക്സിമം എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ്, ഗ്രീക്ക് പദങ്ങളായ ജിയോ അതായത് ഭൂമി എന്നാണ് അർത്ഥം, പിന്നെ ഗ്രാഫോസ് അതിൻ്റെ അർത്ഥം വിവരണം. അപ്പോൾ ഈ രണ്ട് പദത്തിൽ നിന്നാണ് ജിയോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടത്. എന്താ പറഞ്ഞത്? ഗ്രീക്ക് പദങ്ങളായ ജിയോ അതായത് ഭൂമി, പിന്നെ ഗ്രാഫോസ് അതായത് വിവരണം എന്നീ രണ്ട് പദത്തിൽ നിന്നുമാണ് ജിയോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടത്. അടുത്തത്തെ ഒരു ഫാക്റ്റ്, ജിയോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഭാഷയാണ് ഗ്രീക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ജിയോഗ്രഫി എന്ന് കുറേ വട്ടം പറഞ്ഞു. അപ്പോൾ ഈ ജിയോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഭാഷയാണ് ഗ്രീക്ക്. നെക്സ്റ്റ്, ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോളമി. അപ്പോൾ ടോളമി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോളമി. അടുത്തത്, ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം അതായത് ജിയോസെൻട്രിക് തിയറി. അപ്പോൾ എന്താ പറഞ്ഞത്? ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം അഥവാ ജിയോസെൻട്രിക് തിയറി. ഈ ഭൗമകേന്ദ്ര സിദ്ധാന്തം കണ്ടുപിടിച്ച വ്യക്തിയാണ് അഥവാ ശാസ്ത്രജ്ഞനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോളമി. അടുത്തൊരു ഫാക്റ്റ്, ജിയോഗ്രഫി, അൽമാജസ്റ്റ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ടോളമിയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടോളമി എന്ന ശാസ്ത്രജ്ഞൻ രചിച്ച പുസ്തകങ്ങളാണ് അൽമാജസ്റ്റും ജിയോഗ്രഫിയും. ഏതൊക്കെയാണ് പുസ്തകങ്ങളുടെ പേര്? ജിയോഗ്രഫിയും അൽമാജസ്റ്റും. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഭൂമിയുടെ ഏകദേശം ഭാരം ആദ്യമായി അളന്നത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ ഭൂമിയുടെ ഏകദേശ ഭാരം ആദ്യമായി അളന്നത് ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഹെൻറി കാവൻഡിഷ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരേണ്ട ഒരു ഫാക്റ്റാണ് ഭൂമിയുടെ ഏകദേശ ഭാരം ആദ്യമായി അളന്ന വ്യക്തി. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് തെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് തെയിൽസ് എന്ന് പറഞ്ഞ വ്യക്തി. അടുത്ത ഫാക്റ്റ്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകരാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും. ഇത് ചെറിയ രീതിയിൽ സംശയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞ ഫാക്റ്റ്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് തെയിൽസ്. പിന്നെ പറഞ്ഞത് ഭൂമിക്ക് ഗോളാകൃതി ആണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകരാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും. അടുത്ത ഫാക്റ്റ്, പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതി ആണെന്ന ആശയത്തെ ശക്തമായി പിന്താങ്ങിയ വ്യക്തിയാണ് കോപ്പർനിക്കസ്.
പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതി ആണെന്ന ആശയത്തെ ശക്തമായി പിന്താങ്ങിയ വ്യക്തിയാണ് കോപ്പർനിക്കസ്. പിന്നീട് പറയാനുള്ള ഒരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് കോപ്പർനിക്കസ്. അപ്പോൾ കോപ്പർനിക്കസ് രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്നത്. നെക്സ്റ്റ്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. ഈ പറഞ്ഞ ഫാക്റ്റിൽ ഭാരതീയ ശാസ്ത്രജ്ഞൻ എന്നൊരു ടേം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാരണം നമ്മൾ എഴുതുന്ന പരീക്ഷ PSC ആണ്. അപ്പോൾ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൻ്റെ മൊത്തം അർത്ഥം മാറും, നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആൻസർ അടിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ ഫാക്റ്റും നിങ്ങൾ കേൾക്കുമ്പോൾ വേർഡ് ബൈ വേർഡ് ശ്രദ്ധിച്ച് പൊക്കോളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. നെക്സ്റ്റ്, ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മെഗല്ലൻ. അപ്പോൾ മെഗല്ലൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നാവികനായിരുന്നു. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മെഗല്ലൻ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. അപ്പോൾ നമ്മുടെ സർ ഐസക് ന്യൂട്ടൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. എന്താ പറഞ്ഞത്? ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. അപ്പോൾ നമ്മളിവിടെ 2 ഫാക്റ്റ് സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് പഠിച്ചു. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്നു കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. പിന്നീട് പറഞ്ഞൊരു ഫാക്റ്റ്, ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനുമാണ് സർ ഐസക് ന്യൂട്ടൻ. നെക്സ്റ്റ് നമുക്ക് 2 കോട്ട്സ് പഠിക്കാം. ഇങ്ങനത്തെ കോട്ട്സുകൾ നമ്മൾ SCRT ഫാക്റ്റാണ്. അത് വളരെ റയറായിട്ട് ചോദിക്കാറുള്ളൂ. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോരുത്തരെ കോട്ടുകൾ വിച്ച് മീൻസ് തത്വങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ആദ്യത്തെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, ഒരു കോട്ട് എന്ന് പറയുന്നത്, ഭൗമോപരിതലത്തിലെ സ്ഥലീയ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് റിച്ചാർഡ് ഹാർട്ട്ഷോൺ. ഭൗമോപരിതലത്തിലെ സ്ഥലീയ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് റിച്ചാർഡ് ഹാർട്ട്ഷോൺ. അടുത്തൊരു കോട്ട്, ഭൗമോപരിതലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹെറ്റനർ. എന്താണ് പറഞ്ഞത്? ഭൗമോപരിതലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് ഹെറ്റനർ. അടുത്ത ഫാക്റ്റ് പറയാം. പ്രകൃതി ശാസ്ത്ര പഠനത്തിൻ്റെ വിവിധ ശാഖകൾ എന്തൊക്കെയാണ്? അപ്പോൾ പ്രകൃതി ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത് ഭൂവിജ്ഞാനം, നെക്സ്റ്റ് മണ്ണ് ശാസ്ത്രം, പിന്നെ സമുദ്രശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, അന്തരീക്ഷ ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, നരവംശശാസ്ത്രം എന്നിങ്ങനെയാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പ്രകൃതി ശാസ്ത്ര പഠനത്തിൻ്റെ വിവിധ ശാഖകളാണ് ഭൂവിജ്ഞാനം, മണ്ണ് ശാസ്ത്രം, സമുദ്രശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, അന്തരീക്ഷ ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, പിന്നെ നരവംശശാസ്ത്രം. അടുത്തൊരു ഫാക്റ്റ്, ഭൂമിശാസ്ത്ര പഠനത്തിന് 2 പ്രധാന സമീപന രീതികളുണ്ട്. ഒന്ന് വ്യവസ്ഥാപിത സമീപനവും രണ്ടാമത്തേത് മേഖലാ സമീപനവും. അപ്പം നമ്മുടെ ഭൂമിശാസ്ത്ര പഠനത്തിന് 2 പ്രധാന സമീപന രീതികളുണ്ട്. വ്യവസ്ഥാപിത സമീപനം, അതായത് സിസ്റ്റമാറ്റിക് അപ്രോച്ച്, പിന്നെ പറഞ്ഞത് മേഖലാ സമീപനം, അതായത് റീജിയണൽ അപ്രോച്ച്. അപ്പം നമുക്ക് ആദ്യം വ്യവസ്ഥാപിത സമീപനത്തെക്കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം. വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ച ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ വൺ ഹംബോൾട്ട്. അപ്പോൾ ഇതിൽ ജർമ്മൻ എന്നൊരു വേർഡ് ശ്രദ്ധിച്ച് വെച്ചോളൂ. ഈ പറഞ്ഞ പോലെ ഓരോ ഫാക്റ്റും തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിച്ചാലും ഉത്തരം ആൻസർ ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ പഠനം. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ച ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ വൺ ഹംബോൾട്ട്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഓരോ പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുന്നു. അപ്പോൾ ഇത് വ്യവസ്ഥാപിത സമീപനത്തിനെ കുറിച്ചുള്ളൊരു ഫാക്റ്റാണ്. എന്താ പറഞ്ഞത്?
ഓരോ പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരത്തെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുന്നു. അതാണ് വ്യവസ്ഥാപിത സമീപനത്തെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്. അപ്പോൾ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഒരു പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് പഠനമെങ്കിൽ ആദ്യം ആ ഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് ആദ്യം പഠനം നടത്തിയ ശേഷം തുടർന്ന് മധ്യരേഖ മഴക്കാടുകൾ, സ്തൂപിക ഗ്രവനങ്ങൾ അതായത് സൂചിത്തല കാടുകൾ, മൺസൂൺ വനങ്ങൾ എന്നിവയുടെ വളർച്ചയെ വിശകലനം ചെയ്ത് അതിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നു. അപ്പോൾ വ്യവസ്ഥാപിത സമീപനത്തെക്കുറിച്ചുള്ള ഒരു പഠന രീതിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ആ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടി വായിക്കാം. ഒരു പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് പഠനമെങ്കിൽ ആദ്യം ആ ഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് ആദ്യം പഠനം നടത്തിയ ശേഷം തുടർന്ന് മധ്യരേഖ മഴക്കാടുകൾ, അതുപോലെ തന്നെ സ്തൂപിക ഗ്രവനങ്ങൾ, മൺസൂൺ വനങ്ങൾ എന്നിവയുടെ വളർച്ചയെ വിശകലനം ചെയ്ത് അതിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് വ്യവസ്ഥാപിത സമീപനത്തെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫാക്റ്റുകൾ. നെക്സ്റ്റ്, മേഖലാ സമീപനം. അപ്പോൾ ഈ മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവായ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനാണ് കാൾ റിട്ടറും. അപ്പോൾ മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവായ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനാണ് കാൾ റിട്ടർ. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥാപിത സമീപനവും മേഖലാ സമീപനവും ഈ രണ്ടിനും ഉപജ്ഞാതാക്കൾ ജർമ്മൻ ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ ഈ മേഖലാ സമീപനം ത്തിൻ്റെ ഒരു ഉപജ്ഞാതാവായ ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് കാൾ റിട്ടർ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഈ സമീപനത്തിൽ ലോകത്തെ പല മേഖലകളായി തരംതിരിച്ച് അതിൽ ഓരോ മേഖലയിലുമുള്ള ഭൗമപ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഈ മേഖലാ സമീപനം എന്നൊരു രീതിയിൽ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലോകത്തെ പല മേഖലകളായി തരംതിരിച്ച് അതിൽ ഓരോ മേഖലയിലുമുള്ള ഭൗമപ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു ഫാക്റ്റ്, മേഖലകൾ പ്രകൃതിയാലോ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ നിശ്ചയിക്കപ്പെട്ടതാകാം. എന്താണ് ഈ ഒരു മേഖലാ സമീപനം അനുസരിച്ച് മേഖലകൾ പ്രകൃതിയാലോ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ നിശ്ചയിക്കപ്പെട്ടതാകാം. ഇപ്പം നമ്മൾ പഠിച്ചത് രണ്ട് സമീപനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് രണ്ട് സമീപനത്തെക്കുറിച്ചാണ്, വ്യവസ്ഥാപിത സമീപനവും മേഖലാ സമീപനവും. ഇതുകൂടാതെ മറ്റൊരു സമീപനമുണ്ട്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ദ്വൈത സമീപനം. അതിനെക്കുറിച്ച് രണ്ട് ഫാക്റ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ഫാക്റ്റ്, ആരംഭകാലം മുതൽ തന്നെയുള്ള ഭൂമിശാസ്ത്രത്തിൻ്റെ ഒരു സവിശേഷതയാണ് ദ്വൈത സമീപനം. അടുത്ത ഫാക്റ്റ്, ഓരോ കാലഘട്ടത്തിലും ഊന്നൽ നൽകിയ വസ്തുക്കളെ ആശ്രയിച്ചായിരുന്നു ഈ സമീപനം. അപ്പോൾ എന്താണ് ദ്വൈത സമീപനത്തെക്കുറിച്ചുള്ള രണ്ട് ഫാക്റ്റുകൾ? ആരംഭകാലം മുതൽ തന്നെയുള്ള ഭൂമിശാസ്ത്രത്തിൻ്റെ ഒരു സവിശേഷതയാണ് ദ്വൈത സമീപനം. അതുപോലെ തന്നെ മറ്റൊരു ഫാക്റ്റാണ്, ഓരോ കാലഘട്ടത്തിലും ഊന്നൽ നൽകിയ വസ്തുക്കളെ ആശ്രയിച്ചായിരുന്നു ഈ സമീപനം. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ. അത് നമുക്ക് പല തരത്തിൽ തരംതിരിക്കാൻ പറ്റും. വ്യവസ്ഥാപിത സമീപന പ്രകാരം, അതുപോലെ തന്നെ മേഖലാ സമീപന പ്രകാരം എന്നിങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ വ്യവസ്ഥാപിത സമീപന പ്രകാരം 3 തരമുണ്ട്, അതിൻ്റെ പേരുകൾ മാത്രം ചർച്ച ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്താ പറഞ്ഞെന്നുണ്ടെങ്കിൽ, ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ വ്യവസ്ഥാപിത സമീപന പ്രകാരം 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഭൗതിക ഭൂമിശാസ്ത്രമെന്നും മാനവിക ഭൂമിശാസ്ത്രമെന്നും ജൈവ ഭൂമിശാസ്ത്രമെന്നും തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകളെ വ്യവസ്ഥാപിത സമീപന പ്രകാരം 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഭൗതിക ഭൂമിശാസ്ത്രം, അതായത് ഫിസിക്കൽ ജിയോഗ്രഫി. മാനവിക ഭൂമിശാസ്ത്രം, അതായത് ഹ്യൂമൻ ജിയോഗ്രഫി. ജൈവ ഭൂമിശാസ്ത്രം, അതായത് ബയോ ജിയോഗ്രഫി എന്നിങ്ങനെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെയും മറ്റു പല ടോപ്പിക്സിന് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.